നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ സാഹസപ്രവൃത്തികളിൽ നിന്നും പിന്മാറി യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ടും സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും വിജയവും കൈവരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ മേലധികാരികളുടെയും മാതാപിതാക്കളുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെ ഉപോത്ബലകമായി തീരുവാനിടയുള്ളതിനാൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്രത്തകരാറ് സംഭവിക്കുവാനിടയുള്ളതിനാൽ പരിരക്ഷകളെല്ലാം ചെയ്തു തീർക്കേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മനസ്സിന് സ്വസ്ഥതക്കേട് ഉണ്ടായിത്തീരും. പുതിയ കാർഷികമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കുചേരും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. സാമ്പത്തികമായിട്ടുള്ള സഹായമുണ്ടാകുന്നത് വഴി കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഏതൊരു കാര്യവും വളരെ ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വന്നു ചേരും. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായിട്ടും സമൂഹത്തിനും നേട്ടമുണ്ടാകുന്ന വിധത്തിൽ ഉപോത്ബലകമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. അഥവാ ജനോപകാരപ്രദമായുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരും. വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളതിനാൽ ജന്മനാട്ടിൽ തന്നെ സ്വന്തമായ പ്രവർത്തന മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാനും അവലംബിക്കുവാനും ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഒറ്റപ്പാലത്ത് നിന്നും ബബിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1987 ഒക്ടോബർ 4-ാം തീയതി 11:28 രാത്രി ചതയ നക്ഷത്രത്തിൽ ജനിച്ച ഈ ബബിത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുണ്ട്. ആയുസ്സിന് ദൈർഘ്യമുള്ള ജാതകം ആണ്. 6 വയസ്സും 10 മാസം എന്ന് പറയുമ്പോൾ 7 വയസ്സാവുന്നത് വരെ രാഹുദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു. 23 വയസ്സ് വരെയുള്ള വ്യാഴദശയിൽ വളരെ വിദ്യാഭ്യാസത്തിനൊക്കെ അനുകൂലമായിരുന്നു. 23 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ശനിദശാകാലം നല്ലതാണ്. 42 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ബുധനും നല്ലതാണ്. 59 വയസ്സ് മുതൽ 66 വയസ്സ് വരെ കേതുദശയിൽ ഭഗവതി പ്രീതി നടത്തണം. 86 വയസ്സ് വരെ ശുക്രദശാകാലം നല്ല കാലവും ആണ്. ഇതിലിപ്പോഴത്തെ ദശയിൽ ശനിദശയിൽ പൊതുവെ വ്യാഴം കഴിഞ്ഞ് ശനിദശാകാലം ശനി 6-ൽ നിൽക്കുന്ന ശനി വളരെ അനുകൂലമാണ്. ഈ ശനിദശയിൽ ഇപ്പോൾ 2017 ജൂൺ മുതൽ 2020 ആഗസ്റ്റ് വരെ ശുക്രൻ്റെ അപഹാരകാലമാണ്. ഈ ശുക്രൻ ബലഹീനനായതുകൊണ്ട് അനുഭവഫലങ്ങൾ കുറയും. ഈ ശുക്രൻ്റെ അപഹാരകാലം കഴിഞ്ഞ് മാത്രമേ ഗൃഹനിർമ്മാണത്തിനെ പറ്റി ചിന്തിക്കാവൂ. 2020 ആഗസ്റ്റ് മുതൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാം. 2021 ജൂലൈ മുതൽ 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അല്ലാത്ത നിലയിൽ പ്രത്യേകിച്ച് ഈ ശനിദശയിൽ ദോഷമൊന്നുമില്ല. എന്നാൽ 6-ൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് നീർക്കെട്ട്, വാതരോഗപീഠകൾ എന്നിവ ഉണ്ടാവാം. അതുകൊണ്ട് ശാസ്താവിന് വഴിപാടുകൾ നടത്തുന്നതും ഒപ്പം തന്നെ കുറച്ച് ആയുർവേദ പ്രകൃതി ചികിത്സകളൊക്കെ നടത്തുന്നതൊക്കെ തന്നെ രോഗശമനത്തിന് വഴിയൊരുക്കും. നമസ്കാരം.